മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷം നടി ആൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മോർട്ടൺ ഗ്രോവ് സെയിന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികളിൽ അസോസിയേഷൻ പ്രസിഡന്റ് റോയി നെടുഞ്ചിറ അധ്യക്ഷത വഹിച്ചു. ഫാദർ സിജു മടക്കോടിൽ ഓണസന്ദേശം നൽകി. വർണ്ണശബളമായ ഘോഷയാത്രയോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഷിക്കാഗോയിലുള്ള വിവിധ സംഘടനാ നേതാക്കൾ ആഘോഷത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിന് വൈസ് പ്രസിഡന്റ് പോൾസൺ കുളങ്ങര സ്വാഗതം അറിയിച്ചു. സെക്രട്ടറി മഹേഷ് കൃഷ്ണൻ MC ആയിരുന്നു. മുൻ പ്രസിഡന്റ് സ്റ്റീഫൻ കുഴക്കേക്കുറ്റ്, NSS ഷിക്കാഗോ പ്രസിഡന്റ് അരവിന്ദ് പിള്ള, KCS പ്രസിഡന്റ് ജെയിൻ മാക്കിൾ എന്നിവർ ആശംസകൾ അറിയിച്ചു. ട്രഷറർ സാബു തറത്തട്ടൽ നന്ദി പ്രകാശനം നടത്തി. തുടർന്ന് കലാപരിപാടികളും നടത്തപ്പെട്ടു. മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ്റെ ഓണ പ്രോഗ്രാമിനെ പറ്റി പ്രസിഡന്റ് റോയിക്ക് എന്താണ് പറയാനുള്ളത്? മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ വളരെ നാളുകളായിട്ട് എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്ന ഒരു അസോസിയേഷനാണ്. മഹാബലിയുടെ വരവേൽപ്പിനെ ഒന്നും കൂടെ അത് മനോഹരമാക്കുവാനും പഴയ ഓർമ്മകളൊന്ന് പുതുക്കുവാനുള്ള അവസരമാണ് ഓണം. ഈ മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ ഓണം എല്ലാ വർഷവും മനോഹരമായി നടത്തപ്പെട്ടു വരുന്നു. ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾ ഈ ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. സംസ്കാരവും പാരമ്പര്യങ്ങളും മനോഹാരിതയിൽ ഓർത്തെടുക്കുന്ന അത് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുവാനും ഇത്തരം ഓണാഘോഷങ്ങൾ സഹായകരമായി വരുന്നു. സമൃദ്ധിയുടെയും സത്യത്തിൻ്റെയും പ്രതീകമായ ഈ ആഘോഷം ഇന്ന് നാം ഇവിടെ ആഘോഷിക്കുന്നത് മഹാബലിയുടെ വലിയ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു സന്ദേശം അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് സ്വായത്തമാക്കിയാൽ മാത്രമേ ഈ ഓണാഘോഷം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ വെറും പ്രഹസനങ്ങളായി മാറിപ്പോകും. Wish you all a very good and a happy Onam, and thank you so much for having me here. I really hope Paulson sir becomes the next president. സദ്ഗതിക്കുമാർഗദീപം സദ്ഗുരുവായി കാണുക. സദ്ഗതിക്കുമാർഗദീപം പ്രവർത്തനങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇതിൻ്റെ ആദ്യകാല പ്രസിഡന്റ് തൊട്ട് ഇതിന് മുമ്പിലിരുന്ന എല്ലാ പ്രസിഡന്റുമാരും വളരെ ശ്ലാഘനീയമായ രീതിയിലാണ് സാമൂഹികമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ പ്രത്യേകമായി തെരഞ്ഞെടുത്തത് വയനാട് ചാരിറ്റി ഫണ്ടിലേക്കാണ്. അതിന് നമ്മൾ ഇപ്പം തന്നെ ഇത് മാറി അതിൻ്റെ ഫണ്ട് കൈമാറി. നമുക്കറിയാം അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ എന്താണ് നമുക്ക് ആവശ്യം എന്ന് നോക്കിയിട്ട് നമ്മൾ നേരിട്ട് കൊടുക്കാനാണ്.
അത് തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ മിഡ് വെസ്റ്റ് മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റിനെയും അതുപോലെ ഇതിൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും അതുപോലെ ഇതിൻ്റെ ബോർഡ് മെമ്പേഴ്സിനെയും ഞാൻ അനുമോദിക്കുകയാണ്. പല എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും ഇപ്പോൾ മിഡ് വെസ്റ്റിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സുമാണ്. ഈ സൗഹൃദം എന്നും നിലനിർത്തണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മിഡ് വെസ്റ്റ് മലയാളി അസോസിയേഷൻ്റെ പേരിലും നായർ അസോസിയേഷൻ്റെ പേരിലും വിഷ് യു ഓൾ എ ഹാപ്പി ഓണം. ഓണത്തിൻ്റെ ഐതിഹ്യം എന്തുമാകട്ടെ, അതിൻ്റെ ആ സന്ദേശം, അതായത് ഏകോദര സഹോദരന്മാരെ പോലെ കള്ളവും ചതിയുമില്ലാതെ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ജീവിച്ച ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. കേരളത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും നേർക്കാഴ്ചയുമാണ് ഓണങ്ങളിൽ ദൃശ്യമാവുന്നത്. മിഡ് വെസ്റ്റ് മലയാളി അസോസിയേഷൻ്റെ ഓണ പ്രോഗ്രാമിനെ പറ്റി ആൻ അഗസ്റ്റിൻ്റെ എന്താണ് അഭിപ്രായം? ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ഒരു ഫംഗ്ഷന് വിളിച്ചതിന്, ഇവിടെ വരാൻ പറ്റിയതിന്, ഓണം ആഘോഷിക്കാൻ പറ്റിയതിന് ഒരുപാട് നന്ദി. സോ താങ്ക് യു. ആൻഡ് ഈ ഒരു നൈറ്റ് നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു.